മഹാത്മാവ്. അതാണ് ഗുരുവിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാരായണ സ്വാമികൾ പറഞ്ഞതുമാതിരി വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ആശയങ്ങളെ ഒരു നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോ ഇന്ന് തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മളോട് സബ്ജക്റ്റായിട്ട് വെച്ചത്. അപ്പൊ ഞാൻ കുറച്ചധികം ആലോചിച്ചതിന് ശേഷം ഞാൻ അതിനൊരു സബ്ജക്റ്റിനൊരു ടൈറ്റിൽ കൊടുത്തിരുന്നത് മാറുന്ന വിദ്യാഭ്യാസവും മറക്കരുതാത്ത മൂല്യങ്ങളും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു, ഞാനതിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഏതാണ്ട് കുറച്ചധികം ഭംഗിയായിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പം നാട് നീളെ ഗുരു എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ മാടനും മറുതയും മറ്റ് തരത്തിലുള്ള ആരാധനകളൊക്കെ ആയിട്ട് നിന്നിരുന്ന സങ്കേതങ്ങൾ, ആ സങ്കേതങ്ങളിലെല്ലാം തന്നെ അവിടെ ചെന്നിട്ട് അവർക്ക് കുറച്ച് സാത്വികമായിരിക്കുന്ന മൂർത്തികളെ അവിടെ പ്രതിഷ്ഠ നടത്തി ചെയ്തു കൊടുക്കുന്നു. അതല്ലെങ്കിൽ അവിടെ അവർക്ക് മറ്റൊരു ആലയത്തിന് അവര് ഗുരു അവിടെ കല്ലിടുന്നു. അതിനുശേഷം പിന്നീട് അവിടെ ആരാധനയും ഉണ്ടാവുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ ഗുരു എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു വായനശാല അങ്ങനെ എന്തിനെങ്കിലും തുടക്കം കൊടുത്തിട്ടാണ് ഗുരു ആ ഗ്രാമത്തിൽ നിന്ന് പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നതായിട്ടുള്ള പ്രഗത്ഭമായിട്ടുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗുരു ആ തരത്തിൽ അന്ന് കല്ലിടുകയോ തുടക്കം കുറിച്ചതോ ആയിട്ടുള്ള സംഗതികളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഗുരു അത്തരത്തില് പ്രവർത്തിക്കുമ്പോൾ ഗുരുവിനെ നമുക്കൊരു വിദ്യാഭ്യാസ വിചക്ഷണനായിട്ട് കാണാം, നമുക്കൊരു സാമൂഹിക വിചക്ഷണനായിട്ട് കാണാം, നമുക്കൊരു ആധ്യാത്മിക പുരുഷനായിട്ട് കാണാം. അങ്ങനെ ഏത് തരത്തിലുള്ള വീക്ഷണങ്ങളിൽ നിന്ന് നോക്കിയാലും അതിനെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അത്ര കണ്ട് തരത്തിലുള്ള ഒരു വളരെ വിശാലമായിരിക്കുന്ന കാഴ്ചകളോട് കൂടിയതായിരുന്നു ഗുരുവിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് ആ തരത്തിൽ ഗുരുവിനെ കാണുന്നതിന് ഗുരുവിന്റെ സങ്കേതങ്ങൾ കണ്ടിട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അത് ഗുരുദേവന്റെ ശിവഗിരി തീർത്ഥാടനം തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ച് അടുത്ത് അതിനോട് സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 1928 ശ്രീനാരായണ ഗുരുദേവൻ നാഗമ്പടം ക്ഷേത്ര മൈതാനിയില്, കോട്ടയത്ത് നാഗമ്പടം എന്ന് പറഞ്ഞ ക്ഷേത്ര മൈതാനത്ത് ഗുരു അങ്ങനെ അവിടെ ഒരു മാവിന്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലായിരുന്നു കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യര് എന്ന് പറയുന്ന രണ്ടുപേര് ആ നാട്ടിലെ രണ്ട് പ്രമുഖന്മാരായിരുന്നു. ആ രണ്ട് പ്രമുഖന്മാരായിട്ടുള്ളവര്, അത് കിട്ടൻ റൈറ്റർ എന്ന് പറയുന്ന ആള് ബ്രിട്ടീഷ് കമ്പനിയിലെ ഒരു കമ്പനിയിലെ റൈറ്റർ ആയിരുന്നു. അപ്പം വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യര് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രമുഖനായിരുന്നു. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തില്